തൽക്കാലത്തേക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക. തൽക്കാലത്തേക്ക് എങ്ങനെ പറയും? തൽക്കാലത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുക. തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. പലരും പറയുന്ന കാര്യം തൽക്കാലത്തേക്ക് എങ്ങനെയാണ് പറയുക? വളരെ സിമ്പിളാണ്, ഒറ്റ യൂസേജേ ഉള്ളൂ. ഫോർ ദി ടൈം ബീയിങ്. ഫോർ ദി ടൈം ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോർ ദി ടൈം ബീയിങ് ജസ്റ്റ് കീപ് ക്വയറ്റ്. ഫോർ ദി ടൈം ബീയിങ് ജസ്റ്റ് കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുമോ എന്നാണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കുക. ഫോർ ദി ടൈം ബീയിങ് ജസ്റ്റ് കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കാനാണ്. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ഫോർ ദി ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ്. ഫോർ ദി ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ്. ഓക്കെ, പാരൻസിൻ്റെ കൂടെ നിൽക്കുന്നത്, ഓക്കെ, പാർക്കുന്നത് എന്നുള്ള അർത്ഥമാണ് നമ്മളവിടെ സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഫോർ ദി ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ്. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് അവിടെ ING ഫോം, എന്തിനാണ് അവിടെ ഈസാർ ആം ചേർത്തിരിക്കുന്നത്? ഇതൊക്കെ ബേസിക് ആയിട്ട് ഉള്ള ലേണേഴ്സിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അങ്ങനെ സംശയം ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ബെസ്റ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ബേസിക് മുതൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെ ബേസിക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കോഴ്സുകളും ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വലിയ സെൻറ്റൻസുകൾ പറയുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർ ദി ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് മൈ പാരൻസ്. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന്. തൽക്കാലത്തേക്ക് കട അടച്ചിട്ടിരിക്കുക. ഫോർ ദി ടൈം ബീയിങ് ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ഫോർ ദി ടൈം ബീയിങ് ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തേക്ക് കട അടച്ചിട്ടിരിക്കുക എന്ന് എങ്ങനെയാണ് പറയുക? ഫോർ ദി ടൈം ബീയിങ് ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ഷോപ്പ് ഈസ് ക്ലോസ്ഡ്, കട അടച്ചിട്ടിരിക്കുകയാണ്. ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തേക്ക്. തൽക്കാലത്തേക്ക് നമ്മൾ നിലവിലുള്ള പ്ലാനായിട്ട് തുടരും. എങ്ങനെ പറയും? ഫോർ ദി ടൈം ബീയിങ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദി കറൻറ്റ് പ്ലാൻ. For the time being, we will continue with the current plan. Current plan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയാനാണ് അവിടെ നമ്മൾ കറൻറ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വി വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടരും എന്നർത്ഥം കേട്ടോ. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ദി കറൻറ്റ് പ്ലാൻ. ഓക്കെ, ഫോർ ദി ടൈം ബീയിങ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദി കറൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നമ്മൾ നിലവിലുള്ള പ്ലാനായിട്ട് തുടരും. തൽക്കാലത്തേക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക. ഫോർ ദി ടൈം ബീയിങ് ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദി സോഷ്യൽ മീഡിയ. ഇങ്ങനെ പറയാ. ഫോർ ദി ടൈം ബീയിങ് ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദി സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് പറയാനാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. എന്ത്? ഫ്രം ദി സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിന്ന്. എപ്പോൾ? തൽക്കാലത്തേക്ക്. ഫോർ ദി ടൈം ബീയിങ്. സോ ഫോർ ദി ടൈം ബീയിങ് ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ എന്ന് പറയാം. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കാം. ഫോർ ദി ടൈം ബീയിങ് ഐ വിൽ സ്റ്റേ ഹിയർ. ഫോർ ദി ടൈം ബീയിങ് ഐ വിൽ സ്റ്റേ ഹിയർ. ഫോർ ദി ടൈം ബീയിങ് മീൻസ് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കാം. ഐ വിൽ സ്റ്റേ. സ്റ്റേ മീൻസ് നിൽക്കുക എന്നാണ് കേട്ടോ. സ്റ്റേ ഹിയർ, ഞാനിവിടെ നിൽക്കാം എന്നാണ്. ഷീ ഈസ് ഫൈൻ ഫോർ ദി ടൈം ബീയിങ്. ഓക്കെ, എന്നിട്ട് ഫോർ ദി ടൈം ബീയിങ് ഷീ ഈസ് ഫൈൻ എന്ന് പറയാം. ഓക്കെ, എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ, മുന്നോ കഴിഞ്ഞോ ഒക്കെ ഇടാം. അപ്പോൾ ഫോർ ദി ടൈം ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഷീ ഈസ് ഫൈൻ. തൽക്കാലത്തേക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷീ ഈസ് ഫൈൻ. ഷീ ഈസ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആണെന്നാണ് ഷീ ഈസ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഓക്കെ ഇറ്റ്സ് ഓക്കെ ഐ എം ഫൈൻ എന്ന് പറയുമല്ലോ. അതുപോലെ ഷീ ഈസ് ഫൈൻ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തേക്ക്. തൽക്കാലത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. For the time being, I have no plans. For the time being, I have no plans. എനിക്ക് ഇല്ല എന്ന് പറയാനാണ് have. Okay, I have no എന്ന് പറയുന്നത് കേട്ടോ. So I have no plans. എനിക്ക് പ്ലാൻ ഒന്നുമില്ല. For the time being, തൽക്കാലത്തേക്ക് നീ എൻ്റെ ഫോൺ യൂസ് ചെയ്തോട്ടോ. ഒരാൾക്ക് അനുവാദം കൊടുക്കുന്നത് ക്യാൻ വെച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, ബേസിക് ലേണേഴ്സ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ക്യാന് വില്ല് ഷുഡ് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അതൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ കാണാൻ പാടുള്ളൂ. സോ ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തേക്ക് യു ക്യാൻ യൂസ് മൈ ഫോൺ. നിനക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് മൈ ഫോൺ. ഓക്കെ, നിനക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാം. ഫോർ ദി ടൈം ബീയിങ് തൽക്കാലത്തേക്ക് മതിയില്ലേ. തൽക്കാലത്തേക്ക് ഇത്ര മതി. ഈ തൽക്കാലത്തേക്ക് എന്ന് പറയാനായിട്ട് ഫോർ ദി ടൈം ബീയിങ് എന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു യൂസേജാണ്. മലയാളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂസേജാണ് തൽക്കാലത്തേക്ക് ഫോർ ദി ടൈം ബീയിങ് എന്നുള്ളത് കേട്ടോ. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് വാക്കുകൾ, ഒരുപാട് സെൻറ്റൻസുകളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല.
പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം. അതുപോലെ തന്നെ ലാംഗ്വേജ് ഒരിക്കലും കാണാപ്പാഠം പഠിക്കാൻ പാടില്ല, ലോജിക്ക് മനസ്സിലാക്കി വേണം പഠിക്കാൻ. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നതാവില്ല നാളെ സംസാരിക്കുന്നത്, നാളത്തെ കഴിഞ്ഞ് സംസാരിക്കുന്നത്, സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ലാംഗ്വേജ് നമുക്ക് കാണാതെ പഠിക്കാനോ സെൻറ്റൻസുകൾ കാണാപ്പാഠമാക്കാനോ സാധിക്കില്ല. സോ എല്ലാം കറക്റ്റായിട്ട് എൻ്റെ ലോജിക്ക് മനസ്സിലാക്കി യൂസേജ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.